ഗൈസ്, അപ്പോൾ കോസ്റ്റ്യൂം എങ്ങനെയുണ്ടെന്ന് താഴെ കമന്റ് ബിലോ സുഹൃത്തുക്കളെ. പ്രത്യേകിച്ച് അമ്പൂട്ടൻ്റെ നമ്മൾ കസ്റ്റം ചെയ്ത് ആരെ ഡിസൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലേ? പ്രവീൺ മൃദുല. യെസ്, ഡിസൈൻഡ് ബൈ പ്രവീൺ മൃദുല. മൊത്തം പ്രോപ്പർട്ടി ഇട്ടിരിക്കുന്ന ഡ്രസ് ഉൾപ്പെടെ എങ്ങനെയുണ്ട്? മൊത്തം പ്രോപ്പർട്ടി അടിപൊളിയായിട്ടില്ലേ? സെറ്റ് ആയിട്ടുണ്ട്. കൈ പിടിക്കുന്നുണ്ടോ? ഞാൻ വിചാരിച്ചു ഇതിരുമ്പോ കരയായിരിക്കുന്നു, പക്ഷെ വലിയ പ്രശ്നം കുഴപ്പമില്ല. ഈ ബട്ടൺസ് ഇച്ചിരി ടൈറ്റ് ഉണ്ട്, അതിന്റെ ഒരു ചെറിയ അത് കുറച്ച് ടൈറ്റ് മെറ്റീരിയൽ അല്ലേ. നമ്മളിടുമ്പോ നമ്മളതനുസരിച്ച് ഇടും, പക്ഷെ അമ്പൂട്ട് ഇടുമ്പോ രണ്ട് പ്രിൻസിന്റെ വെച്ചേക്കുന്നത് ഏത് ആദ്യം എടുത്ത് കളയുന്നോ അത് വെച്ചേക്കാം. സ്പെയർ അല്ലേ? സ്പെയർ. അപ്പം ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു? എന്റെ മേഘപോളാവും. ഞങ്ങൾ രണ്ടുപേരില് അമ്പൂട്ടൻ ഇത് വഴിക്കിറങ്ങുവാണ്. നേരെ ഓഡിറ്റോറിയത്തിൽ പോവാ. ഇവിടെ നിന്ന് നേരെ എല്ലാവരും 6 മണിക്ക് വരാൻ പറഞ്ഞപ്പോ സമയം 5 മണിയായി. അതിലേക്ക് ഒട്ടും ടൈം എടുത്തില്ല ഒരുങ്ങാനായിട്ട്. പെട്ടെന്ന് ഒരുങ്ങി. താങ്ക് യു സോ മച്ച് ഗൈസ്, അടിപൊളിയായിട്ടുണ്ട്. അവര് ബാക്ക് ചെയ്ത് ഇറങ്ങി, എല്ലാം പെട്ടെന്ന് വിട്ടതായിരുന്നു. നേരെ ഓഡിറ്റോറിയത്തിലോട്ടല്ലേ? അമ്മ പെണ്ണ് കൊള്ളാം, ചായയൊക്കെ ആയിട്ട്. നമ്മൾ അന്ന് ഒരു ദിവസം ഡ്രസ്സ് എടുത്തത് നിങ്ങൾ കണ്ടായിരുന്നു, തച്ചത് അമ്മ തന്നെ തച്ച് അമ്മ തന്നെ ആയിട്ടുണ്ടല്ലേ? അടിപൊളിയായിട്ടുണ്ട് അമ്മ ഡ്രസ്സ്. ഇങ്ങോട്ട് വെട്ടത്തോട് നിൽക്ക് പെണ്ണേ. അണിയറയിലെ മേക്കപ്പ് ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ബിച്ചോണ്ണ എന്തേ കഥകളിക്ക് പോകുന്നു, ചാക്യാർകൂത്തിന് പോകുന്നു, ചെറിയൊരു ടച്ചപ്പ് വേണമായിരുന്നു, പക്ഷെ സമയം കിട്ടിയില്ല. താങ്കൾ പോവണോ? ഏട്ടാ ദാണ്ട് ഇവിടെ ഒരു തിരിച്ചിരിക്കുന്നടാ മുഖത്ത് എനിക്ക് ഇങ്ങനെ പോകുമ്പോഴേ ഇവന് നൂലുകെട്ടിന് പോയ വണ്ടി നിറച്ച ആൾക്കാര്. ഈ വണ്ടി ബാക്കിൽ ആരൊക്കെ ഉണ്ട്? അൻസിയുണ്ട്, ബിച്ചോണ്ണ ഉണ്ട്, തമ്പുരുണ്ട്. അയ്യോ തമ്പുരു, നിങ്ങള് തമ്പുരുവിനെ കണ്ടിട്ട് കുറെ നാളായി ഞങ്ങള്. അതെ, തമ്പുരുണ്ട്. ബാക്കി എല്ലാരും വീട്ടിലാ. ജിത്തു ശ്രീദേവിയില് ഏറ്റവും ബാക്കില് തമ്പുരുട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? നിന്നെ എല്ലാരും അന്വേഷിച്ചു. ഇത്ര നാൾ എവിടെയായിരുന്നു? പറ. ഞാൻ എന്റെ വീട്ടിലായിരുന്നു. എങ്ങനെ പോകുന്നു? പഠിത്തത്തിന്റെ വഴിക്ക് പോകുന്ന അവളെ വഴി. അതുകൊണ്ടാ ഞാൻ രണ്ടും ക്രോബൗണാ. നമ്പര് ബെസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ആയ നമ്പര്. നീ ഫ്രണ്ടിലോട്ട് വാ, ചോദിക്കട്ടെ. ആരാ പേര് പറ. അതോ ഈ പല്ല് ഇച്ചിരി മുറിഞ്ഞൊക്കെ ഇരിക്കുന്നു, അതുകൊണ്ട് ഈ വാ അടച്ചു വെച്ച് കാര്യം പറയുന്നേ. നിങ്ങക്ക് നാണമൊക്കെ ആയോ? തമിഴ് ചേച്ചി ഡാൻസ് എപ്പോ കളിക്കും? നമ്മളെ ചെറിയ ഫോട്ടോഷൂട്ട് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവ ചെറുതായിട്ടൊക്കെ സഹകരിക്കുന്നുണ്ട്, ചില നേരം അതിന് കുളം വരുന്നുണ്ട്. അയ്യോ, ഇത് ദേഷ്യ. ഇത് ചുമ്മാ ആണോ? കരയും ചെയ്യും ചിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മളെല്ലാരും വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. കറക്റ്റ് ടൈമിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഗൈസ്. താങ്ക് യു. അന്ന് വന്ന ആന്റിയാടാ, അന്ന് വന്ന ആന്റിയാ. ആക്ച്വലി പെടലി ഇതിന്റെ ഡേ ആണ്. അതെ,
എന്നാ കുറച്ചുകൂടെ കരയാ. ആളെ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മള് അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ബാലന്റെ മോളെന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട്. ഓരോ വീട്ടിൽ വന്നായിരുന്നു അന്ന് ഒരു സമ്പൂർണ്ണം കാണാൻ വേണ്ടി. പക്ഷെ നമ്മുടെ വ്ളോഗില് ഫസ്റ്റ് ടൈമാണ്. രേവതി അല്ല, ഞാൻ ആ ഒരു ക്യാരക്ടർ ആണല്ലോ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ക്യാരക്ടർ. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് അത് എടുത്തു പറഞ്ഞു. ഈ ഇടയ്ക്ക് കല്യാണം കഴിയേണ്ടേ ഉള്ളൂ. അതെ. ഫീഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് റൂമിലോട്ട് വന്നിരിക്കുകയാണ്. അറിയാം, എല്ലാവരും നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും എല്ലാവരും മേലെ കൊണ്ട്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു, സമയമായി വരുന്നുണ്ട്. അപ്പം അമ്പു എന്തൊക്കെ നമ്മളിപ്പോൾ 1 വയസ്സിൻ്റെ കേക്ക് മുറിക്കും. അടിച്ചു പൊളിക്കണം, നമുക്ക് അടിച്ചു പൊളിക്കണം. എന്നെ നമ്മൾ അടിച്ചു പൊളിക്കണം. എല്ലാ വൈബിനും അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. അവന് കട്ടിലേക്ക് കിടക്കാനാ ഇഷ്ടം. അവന് കളിക്കണം, കുറച്ചു നേരം ഇങ്ങനെ മുട്ടിലഴിഞ്ഞ് കളിക്കാൻ ഇഷ്ടമാ. പക്ഷെ നിക്കുന്നില്ല, എന്താണോ അവൻ ഇന്നത്തെ ദിവസം നിക്കുന്നില്ല ഗൈസ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം നിർത്തി നടത്തിക്കാൻ ശ്രമിച്ചു കേട്ടോ. നമ്മുടെ എൻട്രി നടത്തിയുള്ള എൻട്രി ആയിരുന്നു അത്. എനിക്ക് ആ സ്വപ്നം നടക്കത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. നടത്തിയുള്ള എൻട്രി നടത്തൂല. ഞാൻ എടുക്കേണ്ടി വരും അവനെ. രാജാവിനെ എടുത്താൽ മതി. അതെന്തൊരു കളി ഗൈസ്. കുഞ്ഞിലെ കളിക്കാറില്ല ഇങ്ങനെ അല്ലേ? കുറച്ചുകൂടെ കുഞ്ഞിലെ. യെസ്, കമ്മിങ്. ഇന്നത്തെ നമ്മളെ വൈറ്റ് തീമാണ് കേട്ടോ. എല്ലാരും വൈറ്റിലാണ് വന്നിരിക്കുന്നത്. വളരെ വളരെ സന്തോഷം. അമ്മ എന്തേ വരുന്നു കലക്കി. നമ്മളെ വീടിന് മൃദുവീണ എന്ന് പേരിട്ടത് അപ്പൊ ആദ്യം മൃദുലയം എന്നാണ് വീട്ടു പേര് അടിച്ച്, എന്നിട്ട് അമ്മ വീട് ഞങ്ങൾ പറഞ്ഞ് മൃദുവീണ എന്ന് പേരിടാൻ പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ നമ്മള് മൃദുവീണ ആക്കി. ബോർഡ് അടിച്ച് നമ്മള് മൃദുലയം എന്ന് ആദ്യം അടിച്ച്, അമ്മ പറഞ്ഞപ്പോ നമുക്ക് മൃദുവീണ അത് കൊള്ളാലോ, പിന്നെ നമ്മള് മാറ്റി. അറിയാലോ, നമ്മൾ നേരത്തെ വീട്ടിൽ വന്നിട്ടുണ്ട്. എവരുടെ നിന്നാണ് നമ്മൾ വീട് വാങ്ങിച്ചത്. അപ്പൊ ആദ്യം തൊട്ട് നമ്മള് പാലാച്ച കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇതാണ് വല്യച്ഛൻ, അച്ഛന്റെ ചേട്ടൻ. ഇവിടെ ഒന്നും മിണ്ടാരുടെ ഒന്ന് പറയാ.
മുതലേ എല്ലാവരും ഫുഡ് കഴിച്ചു. ലാസ്റ്റിന് നമ്മൾ കഴിക്കാൻ വേണ്ടി പോകുന്നു. നമ്മുടെ ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ഈ ഡ്രസ്സ് എടുത്തിട്ടപ്പോ അവന് ജീവൻ വീണ് കാശ്. എന്തുവായിരുന്നു ഇതുമല്ലോ മതിയായിരുന്നു. അവൻ ചിരിച്ചെങ്കിലും ഇരുന്നേനെ. ഫുള്ള് കരച്ചിലായിരുന്നു കാശ്. കുഴപ്പമില്ലായിരുന്നു. ആ ലൈറ്റും ചൂടും എല്ലാം കൂടി കൊണ്ടുവരുമോ? ഓക്കെ ഓക്കെ താങ്ക് യു. ടേബിളൊക്കെ വാ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ടേബിള് കൊണ്ടിരിക്കാൻ പാ. ഞാൻ ബീഷപ്പ് എടുത്ു, ഇടിയപ്പം എടുത്തു. നല്ല ഫുഡ് കേട്ടോ. ചിക്കൻ കറി കുട്ടി വെക്ക്. നല്ല അത് നെയ്പത്തിരി ഉണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ട്. അടിപൊളി സാധനല്ലേ. ബിജുവിന്റെ ഫുഡ് എങ്ങനെയുണ്ട്? പൊളി. ചിക്കൻ കുറുമയുണ്ട് സുഹൃത്തുക്കളെ. ചിക്കൻ കുറുമ സീരിയസ് ആണ്. നമ്മളായിട്ട് ഫംഗ്ഷൻ ആയിട്ട് പറയാനല്ല. ചിക്കൻ കുറുമ ആൻഡ് ചിക്കൻ കറി ടോപ്പ് നോച്ച് ഗൈസ്. ഒന്നും പറയാനില്ല. അമ്പു ഷാപ്പാട് കഴിച്ച് ഉറങ്ങി. അപ്പൊ ഇന്നത്തെ ദിവസം ഉറങ്ങിയിട്ടില്ല. കുഞ്ഞുങ്ങളെ മൂടാണല്ലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കേക്ക് കട്ടിയുന്നേരൊന്നും കരച്ചിലെന്നൊക്കെ പറഞ്ഞ നമുക്ക് കൊടുക്കാൻ പോലും പറ്റില്ല. തിന്നില്ല. അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സുഹൃത്തുക്കളെ. എല്ലാവരും പിരിഞ്ഞു പോയി. ഇനി നമ്മളെ കുറച്ച് ബിച്ചു അണ്ണൻ, അമ്മ, നമ്മളെ കുറച്ച് പിള്ളേർ സെറ്റ്, പിന്നെ ക്യാമറാമാൻ, ബാക്കി എല്ലാവരും മാത്രമേ ഉള്ളൂ. ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത്രയും അടിപൊളി പരിപാടിയാവുന്ന സത്യത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇവിടെ വന്നപ്പോഴാണേ നമ്മുടെ പരിപാടി ആയിരുന്നോ. മൃദുല ഒരു ഇവന്റിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ അവർ പിൻട്രസ്റ്റിലൊക്കെ നോക്കി. എവളാണ് ഫുള്ള് ഡിസൈനിങ്ങിന്റെ കാര്യം ഫുള്ള് എവളും പിന്നെ ഇവന്റിന്റെ ടീമുമാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം സത്യം പറഞ്ഞാൽ വന്നപ്പോൾ ഞെട്ടിപ്പോയി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. എനിക്ക് നമ്മളൊരു പ്രിൻസ് തീമാ ഉദ്ദേശിച്ചത്. അതിനെക്കാട്ടി ടോപ്പ് നോച്ചായിട്ട് ഞാനും പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അറിയാം, ആ ചെയ്ത അതേ ടീം പാർട്ടി ക്ലൗഡ്സ് തന്നെയാണ് നമ്മുടെ ബർത്ത്ഡേ അവർ കളറാക്കി തന്നത്. അസ്ലം ബ്രോയാണ് നമ്മുടെ പാർട്ടി ക്ലൗഡ്സിന്റെ. അപ്പം ഫുൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്യുന്നു. സോ മച്ച് താങ്ക് യു സോ മച്ച് ബ്രോ. സീരിയസ്ലി എന്ന് വെച്ചാൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഇല്ല. ഒന്നോർത്ത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിതൊരു പ്രൊമോഷനായിട്ട് അങ്ങനെ ഒന്നും പറയുന്നത് വിചാരിക്കരുത്. കാരണം നമ്മൾ അവരുടെ സെക്കൻഡ് ടൈം നമ്മളെ കസ്റ്റമറാണ്. അതുകൊണ്ടാണ് പറയുന്നത്. നമുക്ക് ആ ഭാഗത്തോട്ടേ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. അവർ ഈ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേറെ ലെവൽ ആൾക്കാരാണ്. ഞാൻ അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. പിന്നെ വീഡിയോഗ്രാഫി, നിങ്ങൾ ആ കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട. വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, ഡെക്കറേഷൻ, ബാക്കി എല്ലാ കാര്യങ്ങളും, കേക്ക് ഇൻക്ലൂഡ് എല്ലാം, നിങ്ങൾ ഈ കണ്ട എല്ലാം, ഫുഡ് ഒഴികെ ബാക്കി എല്ലാം അവരാണ് ചെയ്തു തന്നത്. അപ്പം അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. ഒരാളോട് വിളിക്കാണ്ട് ഹലീൽ. അതെ. അപ്പം നമ്മൾ ഫുഡിന്റെ സെക്ഷൻ എല്ലാം ഇവരാണ് ഇവിടെ നോക്കിയത്.
അപ്പം താങ്ക് യു സോ മച്ച്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. അതെ അതെ. അതുപോലെ തന്നെ അവർക്ക് പിന്നെ ബർത്ത്ഡേ മാത്രമല്ല വെഡ്ഡിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, അവർക്ക് ഇവന്റും കാറ്ററിംഗും ഉണ്ട്. അപ്പം ഇവർ രണ്ടുപേരുടെയും പാർട്ടി ക്ലൗഡ്സ് ആൻഡ് ക്രിസ്റ്റൽ കാറ്ററിംഗ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. കാണണം. എല്ലാരും വന്നു പോയതിന്റെ ആ ഒരു ടെൻഷനിൽ നമുക്ക് കുറച്ചേരം നോക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇപ്പോഴത് നോക്കുന്നില്ലേ. അടിപൊളി. നോക്കിയിട്ടുണ്ട് ഇവിടെയൊക്കെ നമ്മളെ നമുക്ക് ഇത് തരത്തില്ലേ, ഇത് നമുക്ക് വെക്കാം അല്ലേ? ആ അതെ 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 അതെ. ഇത് നൂരി തരണേ നമുക്ക്. വീട്ടിൽ പോവാ. സ്വന്തം ഫോട്ടോ നോക്കടാ. ഇനി ആക്റ്റീവ് ഇത് ആരാ ഇത്? എല്ലാരും പോയി. ഒരു കേക്ക് കൂടെ കിട്ടും. ഉമ്മ പോയി. വണ്ടി കിട്ടി. വണ്ടി ഒന്നല്ല, കൊറേ വണ്ടി കിട്ടിയിട്ടുണ്ട്. വണ്ടി തട്ടിയപ്പോ നടക്കാൻ വയ്യ. വണ്ടി തട്ടിയപ്പോ ആളി നടക്കാൻ സ്ഥലമില്ല. ഇതിപ്പോ ഏട്ടനും ഒരു എന്റർടൈൻമെന്റ് ആയി. അവ അടങ്ങി ഇരുന്നോളും ചെയ്യും. അതെ, നോക്കി നമ്മൾ ഇതൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേട്ടോ. പക്ഷെ അത് ഇരുന്നിട്ട് കരയുന്നേ ഇല്ല. വണ്ടിയുടെ ഡ്രൈവർ ദാണ്ടിരിക്കുന്നത്. എനിക്കിത് ആരെങ്കിലും നയിച്ചു തരുമോ? എന്റെ എസ്റ്റേഷനൊക്കെ തോന്നിയിരിക്കുന്നു. ഇത് അവന്റെ കുഞ്ഞമ്മ സ്പോൺസേർഡ് ബൈ കുഞ്ഞമ്മ. വല്യമ്മ, സോറി, അയ്യോ കുഞ്ഞമ്മയല്ല വല്യമ്മ. എന്റെ അനിയത്തിയായി പോവും. സ്പോൺസേർഡ് ബൈ വല്യമ്മ ഗൈസ്. എന്റെ വല്യമ്മച്ചി കൊണ്ടുവന്നേ. അല്ലു നമ്മുടെ വീട്ടിൽ വന്നിരിക്കുന്നു. അല്ലു PS5 കളിക്കാൻ വേണ്ടി വന്നേ. അത് ഓണാവുന്നില്ലടാ. ഇത് കരഞ്ഞു വന്നതാ. ഒരു ബർത്ത്ഡേക്ക് വന്നിട്ട് അങ്ങ് പോവാൻ വേണ്ടി ഇരുന്നതാ. കരഞ്ഞ് എനിക്ക് പോണം കുഞ്ഞാട്ടി വീട്ടിൽ പോണം. ബർത്ത്ഡേ കഴിഞ്ഞു. കണ്ണ് ചുമന്നിരിക്കുന്നുണ്ടോ? ഒന്നരയായി. ഭയങ്കര ഹാപ്പി ഗൈസ്. സമാധാനം. അവന്റെ ഷോർട്സ് ഓർമ്മ ഞാൻ ഇട്ടായിരുന്നു. അപ്പം ഞാൻ പണ്ടത്തുള്ള വീഡിയോ തൊട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് വന്നപ്പം ഓരോ മാസവും അല്ലെങ്കിൽ ആ ഒരു ടൈം തൊട്ട് നമുക്ക് ലൈഫിലെ ഓരോരോ മൊമെന്റ്സ് അല്ലേ, ഓരോരോ സ്റ്റോറി അല്ലേ, നമ്മൾ അവൻ്റെ ഓരോ മാസം സെലിബ്രേറ്റ് ചെയ്തു. കാരണം അതൊരു അച്ഛനും അമ്മയും എന്നുള്ള രീതിയിൽ അത് ഭയങ്കര ഹാപ്പിനെസ്സാണ്. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഒരു മാസം ഒരു തീം, 2 മാസം, അങ്ങനെ 11 മാസവും നമ്മൾ അങ്ങനെ ചെയ്തു. അപ്പം എൻ്റെ ഒന്നും കുഞ്ഞുനാളിലെ ഫോട്ടോസ് എനിക്കിപ്പം കാണണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളൊന്നും മൊമെന്റ്സ് അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. വീഡിയോസ് ആയിട്ട് കാണാം. അപ്പം അതൊക്കെ തന്നെ മൃദുലേക്കും ഒരുപാട് മൊമെന്റ്സ് കുഞ്ഞിലെ ഫോട്ടോസേ ഇല്ല. നമുക്ക് എല്ലാവർക്കും അപ്പൊ ആഗ്രഹം കാണും നമ്മൾ കുഞ്ഞിലെ അന്ന് ഓരോ 1 മാസത്തിലെ 3 മാസത്തിലേക്ക് ഫോട്ടോസ് ഒന്ന് കാണണമെന്ന്. ഒരു വീഡിയോ അല്ല, നമ്മൾ ഓരോ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ അത് ഓരോ മെമ്മറീസ് ആണ്. ഇങ്ങനെ ഹാപ്പിയാണ്. അതിൻ്റെ ഓരോ മൊമെന്റും ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതും അത് നിങ്ങൾ എല്ലാവരിലും എത്തിക്കാൻ പറ്റുന്നത്. ഇപ്പൊ എന്ത് ആക്റ്റീവ് ആണെന്ന് നോക്കിയാണേ. നമ്മളൊരു വൈറ്റ് തീം പറഞ്ഞിരുന്നു, തീം മാക്സിമം അങ്ങനെ ഇട്ടു. അങ്ങനെ ഒരു വയസ്സായി കഴിച്ചിറങ്ങി നിങ്ങളും കമന്റ് ഇടും, അയ്യോ എത്ര പെട്ടെന്നാ ഒരു വയസ്സ് പോയെന്ന്. പോടാ നീ പോതാ, നീ 1 വയസ്സായെന്നും പറഞ്ഞ് എന്നെ കയറി ഡാന്ന് വിളിക്കുന്ന. 3 കാറുണ്ട്, മൊത്തം 3 കാറായി. ഇതൊക്കെ കാറൊക്കെ എവിടെ കൊണ്ട് പാർക്ക് ചെയ്യും? ഇവിടെ എനിക്കിവിടെ മൊത്തം 2 കാറേ ഉള്ളൂ. അമ്പൂനിപ്പോ 3 കാറുണ്ട് ഇപ്പൊ. ഇന്നത്തെ ദിവസേ നമ്മളല്ലാത്ത ദിവസം ഏട്ടാ നമ്മള് 3 പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. അമ്മ നമ്മള് 4 പേര്. പക്ഷെ ഇന്നത്തെ ദിവസം അല്ലേ വീട് നിറച്ച ആൾക്കാരായിരുന്നു. ഇപ്പം നമ്മള് 5 പേര്, ജിത്തു, ബിച്ചോണൻ, നമ്മള് 4 പേര്, കുറച്ച് പേര്. അല്ലാതെ ഇന്നത്തെ ദിവസം നമുക്കും
കുറെ പേരെ കാണാതിരുന്ന് കണ്ടു, മാസങ്ങളോളം കാണാതിരുന്ന് നമ്മള് ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ ഒക്കെ കുറെ നാള് കാണാതെ നമ്മൾ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യുമ്പോൾ അവനെയും കൊണ്ടും ഓരോ കുന്നും മലയൊക്കെ കയറാനും. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു ഓഫ് റോഡൊക്കെ ചെയ്യാനും അതിനകത്ത് അമ്പുവിനെ കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ഇഷ്ടം. കാരണം എന്നെപ്പോലെ ഒരു ചെറിയൊരു വണ്ടി ക്രൈസ് ഒക്കെ അവനും ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോഴൊക്കെ. അപ്പം കുറച്ച് യാത്രകളൊക്കെ ചെയ്യണം ഇനി. ഒരു വർഷം മുൻപ് ഈ ദിവസം ഏട്ട അടുത്തില്ല, പെട്ടെന്ന് എന്റെ അടുത്തൊരു കുഞ്ഞു കിടക്കുക. അവൻ ഫുൾ ടൈം ഉറക്കുക. എന്നാലും എനിക്ക് പേടിയാ. കൂടെ ഞാൻ ഇങ്ങനെ നോക്കും, കൂടെ ഞാൻ ഇങ്ങനെ പൊക്കി നോക്കും. അടുത്തൊരാള് പണ്ട് പറയുന്ന ഓർമ്മയുണ്ട്, കുഞ്ഞാദ്യമായിട്ട് വരുമ്പം അതായത് അവളെ അടുത്ത് കിടക്കുമ്പോ ചുമ്മാ വയറ്റിലൊക്കെ കൈവച്ചൊക്കെ നോക്കുമെന്ന്. അതെല്ലാ അമ്മമാരും നോക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരനക്കം ഇല്ലാതെ കിടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാ. അങ്ങനെ ഒരു നോട്ടം നോക്കും. ഇപ്പൊ ആ ദിവസം ആ ഒരു മൊമെന്റ് എനിക്ക് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാലോ ഗൈസ്, ഞാനൊരു അച്ഛനായത് പിന്നെ എൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ക്യാരക്ടറിൽ ഭയങ്കര ചേഞ്ചസ് ആവുന്നുണ്ടായിരിക്കുന്നത്. കാരണം ഒരു വർഷം മുമ്പ് ഉള്ള ഒരു വ്യക്തിയല്ല ഞാനിപ്പോൾ. എനിക്കിപ്പം കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യത്തിൽ ഒരു ഡിസിഷൻ എടുക്കുമ്പം ഞാനതൊരു ഇപ്പോൾ ഒരു 100 വട്ടം ആലോചിക്കും. പണ്ട് ഞാൻ ചിലപ്പോൾ അതൊരു 5 വട്ടം ആലോചിക്കത്തുള്ളൂ, ഇപ്പോൾ അത് 100 വട്ടം ആലോചിക്കും. മെച്യൂരിറ്റി കൂടി, ക്ഷമ എന്നൊക്കെ പറയുന്ന സാധനം ഭയങ്കര എനിക്ക് ഒട്ടും ഇല്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ചെറിയ കാര്യങ്ങൾക്ക് വരെ ദേഷ്യപ്പെടുകയും ക്ഷമ എന്ന് പറയുന്ന സാധനമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പം ഒരു അച്ഛനായത് പിന്നെ എനിക്ക് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. ഒരു കംഫർട്ട് ലെവലുണ്ടല്ലോ, നമ്മളിപ്പോൾ എന്തൊരു കാര്യത്തിനും ഞാൻ ഓക്കെ ആവുന്നതിലും എവരെ ഓക്കെ ആണോ എന്നതാണ് ഞാൻ ആദ്യം നോക്കുന്നത്. അത് കഴിഞ്ഞേ ഉള്ളൂ ഞാൻ. അങ്ങനെയാണ് അങ്ങനെ ലൈഫിൽ. അതെ സത്യം. അവന്റെ ബർത്ത്ഡേ മാത്രമല്ല, നമ്മളെ പേരന്റിങ്ങും മൃദുല പറഞ്ഞ ഇടയ്ക്ക് അതൊരു വലിയ ഘടകമാണ്. എന്തെങ്കിലും അസുഖം വന്നാൽ അത് മൃദുല സഹിക്കണം, അല്ലെങ്കിൽ മൃദുല അത് നോക്കണം. മൃദുലയ്ക്ക് വന്നാൽ ഞാൻ നോക്കണം. നമുക്ക് രണ്ടുപേർക്ക് ഒട്ടും പറ്റാത്തത് എവൻ എന്തെങ്കിലും വന്നാലാണ്. അപ്പം പനിയൊക്കെ ആകുമ്പോഴാണ്. അപ്പം ആ ഒരു 3 സർക്കിൾ എന്ന് പറയുന്നത് അത് അത്രേ ഉള്ളൂ. നമുക്കൊരു ഇമോഷൻ ഷെയർ ചെയ്യണമെങ്കിലും അത് ഞാൻ ഇവിടെ കിടക്കുമ്പം, ഈ കട്ടിലിൽ തന്നെ കിടക്കുമ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഷെയർ ചെയ്യും, അവൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും, അതവിടെ കഴിയും. അങ്ങനത്തെ ഒരു വർഷം പോയ പോക്ക്. ഞാൻ എപ്പോഴും കണക്ക് കൂട്ടുന്നത് അമ്പുവിനൊരു വയസ്സ്, ഈ വീടിനൊരു വയസ്സ്, ആ ഒരു രീതിയിൽ. അമ്പു വളരുന്ന അനുസരിച്ച് ഞാൻ ഈ വീടിൻ്റെയും ഏജ് കൗണ്ട് ചെയ്യും. അപ്പൊ എനിക്ക് സെയിം ഇമോഷൻസ് ആണ് ഈ വീടിനോടും അമ്പുവിനോടും. ട്രിപ്പ് പോകുമ്പോഴാകുമ്പോഴും ഞാൻ മിസ് ചെയ്യും. കൂടെ ക്യാമറ എടുത്ത് വെച്ച്, CC ക്യാമറയിൽ എടുത്ത് വെച്ച് നോക്കും ചുറ്റുപാട്. എനിക്ക് വീടും ഭയങ്കര ഇഷ്ടമാണ്. 1.5 വയസ്സ് വരെ ഇടായിരിക്കും അല്ലേ? കണ്ണ് കണ്ട നമുക്ക് ഉറങ്ങാം കഴിച്ചു. നമ്മൾ ഉറങ്ങുക. നാളെ വരാം. നാളെ എനിക്ക് നല്ല പണി, 30 മണിയുണ്ട്. ഫുൾ എഡിറ്റിംഗ് പരിപാടി എല്ലാം ഇപ്പോൾ ഡ്രൈവിലൂടെ കോപ്പി ചെയ്തേ ഉള്ളൂ. സോ ഞാൻ ഇന്ന് കിടന്ന് സ്വസ്ഥമായി ഉറങ്ങട്ടെ, അടിപൊളിയായിട്ട് ഉറങ്ങട്ടെ. സോ നിങ്ങളെല്ലാ വിഷസിനും, നിങ്ങളെല്ലാ സ്നേഹത്തിനും ഒരുപാട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ആഴത്തിലുള്ള ബോട്ടം ഓഫ് ദ ഹാർട്ട് ഗൈസ്. സോ മച്ച് ലവ്. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് us. ലവ് യു ഗൈസ്. ബൈ. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചിരിക്കുന്നുണ്ട് ഔട്ടർ പറയുമ്പോൾ അറിയാമോ പുല്ല് കിടന്ന് ഉറങ്ങാം. ഇനി ഇതിലുള്ള വരെ ബൈ. പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു. അമ്പൂട്ടന്റെ വക കേട്ടോ.